Dear students, in the previous class we were studying certain basic terms relating to marketing. They are market, needs, wants, demands, products, value, satisfaction, exchange, transaction, etc. Today we are going to study about classification of markets. Firstly, what is market? Market means a place where goods are bought and sold. It is a place where buyers and sellers gather to exchange goods and services. അല്ലേ? ബയേഴ്സും സെല്ലേഴ്സും ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാനോ വിൽക്കാനോ വേണ്ടി ഒത്തുകൂടുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഓൾഡൻ ഡേയ്സിൽ ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്ലേസ് ആയിരുന്നു. അതായത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഉണ്ടായിരുന്നു. ബട്ട് ഡ്യൂ ടു ദി അഡ്വെൻറ്റ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് ഇ കൊമേഴ്സ് ടെക്നോളജി ഇറ്റ് ഹാസ് ബിക്കം എ വെർച്വൽ വേൾഡ് ആൻഡ് മാർക്കറ്റ് ഹാപ്പൻസ് മോർ ഇൻ സ്പേസ് ദാൻ ഇൻ എ ജിയോഗ്രഫിക്കൽ പ്ലേസ്. ഈ ഒരു ഇൻ്റർനെറ്റ് വന്നതോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് ഇ കൊമേഴ്സ് ടെക്നോളജിയൊക്കെ എമേർജ് ചെയ്തതോടുകൂടി ഫിസിക്കൽ പ്ലേസ് എന്നുള്ള ആ ഒരു ടേം എന്താ പറയുക, അതിന് ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടായി. പിന്നെ ഇപ്പം മിക്ക മാർക്കറ്റിംഗ് നടക്കുന്നതും ഏതിൻ്റെ ബേസിലാണ്? ഒരു വെർച്വൽ വേൾഡിൽ നിന്നുകൊണ്ടാണ്. ഈ ജിയോഗ്രഫിക്കൽ പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്ലേസിൽ മാർക്കറ്റിംഗ് നടക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു വെർച്വൽ വേൾഡിലാണ് ഇപ്പോൾ എന്ത് നടക്കുന്നത്? മാർക്കറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ എനിവേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് ആണ്, ഐദർ ഫിസിക്കൽ പ്ലേസ് ഓർ വെർച്വൽ പ്ലേസ്. അവിടെ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുന്നു? വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ദെൻ എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ് എന്ന് നോക്കാം. മാർക്കറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെനി വേസ്. ജനറലി മാർക്കറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ഫോളോവിങ് ബേസിസ്. What are they? On the basis of area, on the basis of time, on the basis of transaction, on the basis of regulation, on the basis of volume of business, on the basis of goods, on the basis of nature of competition, and finally on the basis of demand and supply condition. Then the first classification is classification on the basis of area. On this basis, the markets are classified into three: local market, national market, world market. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ലോക്കൽ മാർക്കറ്റ്, എന്താണ് നാഷണൽ മാർക്കറ്റ്, എന്താണ് വേൾഡ് മാർക്കറ്റ് എന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ ലോക്കൽ മാർക്കറ്റ് ആണ്. When buyers and sellers carry on business in a particular locality or village, it is called a local market. ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റി, ഒരു ചെറിയ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വില്ലേജിൽ മാത്രമാണ് ഈ പറയുന്ന ബിസിനസ് നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രോസസ്സ് ക്യാരി ഓൺ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ലോക്കൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ജനറലി മാർക്കറ്റ്സ് ഫോർ പെരിഷബിൾസ് ലൈക്ക് ഫിഷ്, എഗ്, വെജിറ്റബിൾസ്, മിൽക്ക് എക്സെട്ര വിൽ ഹാവ് ലോക്കൽ മാർക്കറ്റ്. ഈ ഒരു പെരിഷബിൾ ഐറ്റത്തിനാണ് എന്താ ഉണ്ടായിരിക്കുക? ലോക്കൽ മാർക്കറ്റ് ഉണ്ടായിരിക്കുക. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ആ മാർക്കറ്റിൻ്റെ. ദ സെക്കൻഡ് വൺ ഈസ് നാഷണൽ മാർക്കറ്റ്. വെൻ കമ്മോഡിറ്റീസ് ആർ ഡിമാൻഡഡ് ആൻഡ് സപ്ലൈഡ് ത്രൂ ഔട്ട് ദി കൺട്രി, ഇറ്റ് ഈസ് നോൺ ആസ് നാഷണൽ മാർക്കറ്റ്. ഒരു പ്രോഡക്റ്റിന് നമ്മുടെ രാജ്യം മുഴുവൻ ഡിമാൻഡ് ഉണ്ടായിരിക്കുകയും ആ രാജ്യം മുഴുവൻ അത് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റിനാണ് നമ്മൾ നാഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ്? കമ്മോഡിറ്റീസ് ആർ ഡിമാൻഡഡ് ആൻഡ് സപ്ലൈഡ് ത്രൂ ഔട്ട് ദി കൺട്രി, ഇറ്റ് ഈസ് നോൺ ആസ് നാഷണൽ മാർക്കറ്റ്. ദെൻ ദ തേർഡ് വൺ ഈസ് വേൾഡ് മാർക്കറ്റ്. എന്തായിരിക്കും വേൾഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കമ്മോഡിറ്റീസ് ആർ ഡിമാൻഡഡ് ആൻഡ് സപ്ലൈഡ് ത്രൂ ഔട്ട് ദി വേൾഡ്. അല്ലേ? എല്ലാ രാജ്യങ്ങളിലും നമ്മൾ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിമാൻഡ് ഉണ്ടാവുകയും അത് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വേൾഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വില്ലേജ് ലെവലിലുള്ളതാണ്. നാഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ കൺട്രിയാണ്. വേൾഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും കവർ ചെയ്യുന്ന തരത്തിലുള്ള മാർക്കറ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ വേൾഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോഴുള്ള മാർക്കറ്റിന് വേണമെങ്കിൽ
നമ്മുടെ ഈ വെർച്വൽ മാർക്കറ്റിന് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, വേൾഡ് മാർക്കറ്റ് എന്ന് പറയാം. ഏത് രാജ്യത്തെ പ്രോഡക്റ്റും എവിടെ ഇരുന്നുകൊണ്ട് നമുക്കിപ്പോൾ എന്താണ് ആക്സസ് ചെയ്യാൻ സാധിക്കും. Okay, then the next classification is classification of market on the basis of time. On this basis, markets are classified into three: very short period market, short period market, and a long period market. The first one is very short period market. It is that type of market in which commodities are perishable and there is no change in the supply of goods. എന്താണ് ഈ ഒരു പെരിഷബിൾ കമ്മോഡിറ്റീസിനുള്ള മാർക്കറ്റാണ്. ആ ഒരു മാർക്കറ്റ് പ്രത്യേകത പറഞ്ഞാൽ അവിടെ സപ്ലൈയിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരാനില്ല. അതായത് ഇപ്പോൾ ഒരു മിൽക്ക് സപ്ലൈ ആണെങ്കിൽ ആ ഒരു ദിവസം കിട്ടുന്ന മിൽക്ക് മാത്രമേ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വെരി ഷോർട്ട് പീരിയഡ് മാർക്കറ്റ് ആയിരിക്കും. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസമായിരിക്കും അത് വീണ്ടും എന്ത് ചെയ്യുന്ന മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ ഒരു പെരിഷബിൾ നാച്ചുറലുള്ള പ്രോഡക്റ്റിനുള്ള മാർക്കറ്റാണ് വെരി ഷോർട്ട് പീരിയഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. കുറച്ച് അവേഴ്സിൽ മാത്രമായിരിക്കും ആ മാർക്കറ്റ് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് ഡേയിൽ അത് വീണ്ടും എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ദെൻ ദ സെക്കൻഡ് വൺ ഷോർട്ട് പീരിയഡ് മാർക്കറ്റ്. ദിസ് മാർക്കറ്റ് ഈസ് സ്ലൈറ്റ്ലി ലോങ്ങർ ദാൻ the previous one or slightly longer than the very short period market. എന്താണ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഇൻ വിച്ച് ഗുഡ്സ് ആർ ഡ്യൂറബിൾ ആൻഡ് ഓൾസോ റീപ്രൊഡ്യൂസബിൾ. പെരിഷബിൾ അല്ല, എന്നാൽ കുറേ നാൾ ഡ്യൂറബിൾ ആവുന്നതും അല്ല, കുറച്ച് നാളും കൂടി നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ, അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഷോർട്ട് പീരിയഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ലോങ് പീരിയഡ് മാർക്കറ്റാണ്. ദെൻ ഈ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കും, ഡ്യൂറബിൾ ഗുഡ്സ് ആയിരിക്കും. കുറേ നാൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ബിസിനസ്സിൽ കടയിൽ വെച്ചാലും അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാവുന്നതാണ്, എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡ്യൂറബിൾ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ലോങ് പീരിയഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. Then next one, classification on the basis of transaction. On this basis the markets are classified into two: spot market and a future market. The first one, spot market. It is the market where goods are transacted on the spot or immediately. അതായത് നമ്മൾ ബിസിനസ് ഗുഡ്സ് വാങ്ങുന്നു, അപ്പം തന്നെ അതിൻ്റെ പൊസഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നടത്തുന്നതൊക്കെ മിക്കതും എന്താണ്, സ്പോട്ട് മാർക്കറ്റാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൽ പോകുന്നു, അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രസ്സ് വാങ്ങുന്നു, അതിന് മണി പേ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാർക്കറ്റ് വെയർ ഗുഡ്സ് ആർ ട്രാൻസാക്റ്റഡ് ഓൺ ദ സ്പോട്ട്. ട്രാൻസാക്ഷൻ അപ്പം തന്നെ നടക്കുന്നു. ദ സെക്കൻഡ് വൺ ഈസ് ഫ്യൂച്ചർ മാർക്കറ്റ്. In this type of market there is no physical delivery of goods, only future contracts are made. അതായത് ഈ ഒരു മാർക്കറ്റിൽ എന്ത് നടക്കുന്നില്ല, നമ്മുടെ ഫിസിക്കലായിട്ട് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നില്ല. അവിടെ ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഗുഡ്സ് എന്ത് ചെയ്യാം, ഡെലിവർ ചെയ്യാം എന്നുള്ളൊരു കോൺട്രാക്റ്റ് മാത്രം ഉണ്ടാക്കുന്ന മാർക്കറ്റാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് അപ്പം തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് സ്പോട്ട് മാർക്കറ്റും, ഒരു ഫ്യൂച്ചർ ഡേറ്റ് വെച്ചുകൊണ്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫ്യൂച്ചർ മാർക്കറ്റ് എന്നും പറയും. ദെൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റെഗുലേഷൻ. ഓൺ ദിസ് ബേസിസ് the markets are classified into two: regulated market and unregulated market. First one, regulated market. These markets are organized and regulated by statutory measure. So, stock exchange are suitable example of regulated market. എന്താണ്, ഒരു മാർക്കറ്റിനെ ഓർഗനൈസ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഒരു സ്റ്റാറ്റ്യൂട്ടറി മെഷർ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. These markets are organized and regulated by statutory measure. ഇവിടെ പറഞ്ഞു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനികളുടെ ഷെയർസ്, സെക്യൂരിറ്റീസ് അല്ലേ, വാങ്ങാനും വിൽക്കാനുമുള്ള സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ഷെയർസ് ആവാം, ഡിബഞ്ചേഴ്സ് ആവാം അല്ലേ. ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ വാങ്ങാനും വിൽക്കാനുമുള്ള സ്ഥലമാണ്
സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ് അല്ലേ. നമ്മളവിടെ ഈ പറയുന്ന ഷെയറും ഡിബഞ്ചറും എന്ത് ചെയ്യാണ്, വാങ്ങുകയും വിൽക്കുകയും ചെയ്യാണ്. അവിടെ വാങ്ങുന്നവരുണ്ട്, വിൽക്കുന്നവരുണ്ട്. അതാണല്ലോ മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുണ്ട്, സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി മെഷർ വെച്ചുകൊണ്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യപ്പെടുന്നത്, റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി മെഷർ വെച്ചുകൊണ്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനെയാണ് നമ്മൾ റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്, അൺറെഗുലേറ്റഡ് മാർക്കറ്റ്. Unregulated market is a free market. That means there is no restrictions or control regarding price, quality, etc. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി മെഷറോ ഒന്നും കൺട്രോൾ ചെയ്യാനില്ലാത്ത ഫ്രീ മാർക്കറ്റിനെയാണ് നമ്മൾ അൺറെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. Then the next one is classification of market on the basis of volume of business. On this basis, markets are again classified into two, wholesale market and retail markets. The first one, wholesale market. These are the market in which goods are bought and sold in bulk or larger quantities. ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ലാർജർ ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്ന തരത്തിലുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ ഡീലർ ഇൻ ദിസ് മാർക്കറ്റ് ആർ നോൺ ആസ് ഹോൾസെയിലേഴ്സ്. അവിടെ ആ ഒരു ഡീലർ, ആ ഒരു മാർക്കറ്റ് നടത്തുന്ന ആളെ നമ്മൾ പറയുന്ന പേര് ഹോൾസെയിലർ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിലായിരിക്കും സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത്. ഈ ഹോൾസെയിൽ മാർക്കറ്റ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മെയിൻലി ഫോർ റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിന് വേണ്ടിയുള്ള മാർക്കറ്റാണ് ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ റീറ്റെയിൽ മാർക്കറ്റാണ്. നമ്മൾ പറഞ്ഞല്ലോ റീറ്റെയിലേഴ്സിന് വേണ്ടിയുള്ള മാർക്കറ്റാണ് ഹോൾസെയിൽ എന്ന്. അപ്പോൾ എന്താണ് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ മാർക്കറ്റ് എന്ന് നോക്കാം. ദീസ് ആർ ദ മാർക്കറ്റ് ഇൻ വിച്ച് ഗുഡ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. സ്മോൾ ക്വാണ്ടിറ്റീസിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുന്ന മാർക്കറ്റാണ് റീറ്റെയിൽ മാർക്കറ്റ്. അപ്പോൾ ഈ മാർക്കറ്റിനെ ഡീൽ ചെയ്യുന്നവരെയാണ് നമ്മൾ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. ഈ റീറ്റെയിലേഴ്സാണ് ഈ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് വാങ്ങുന്നത്. ഇങ്ങനെ വാങ്ങിയ ഗുഡ്സ് സ്മോൾ ക്വാണ്ടിറ്റിയിൽ ആർക്ക് കൊടുക്കുന്നു, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് റീറ്റെയിലേഴ്സ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ മാർക്കറ്റ് ഓർ റീറ്റെയിൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. ഓക്കെ. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഹോൾസെയിൽ മാർക്കറ്റ്. സ്മോൾ ക്വാണ്ടിറ്റി ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് റീറ്റെയിൽ മാർക്കറ്റ്. ഹോൾസെയിൽ മാർക്കറ്റിലെ ഡീലറെ പറയുന്ന പേരാണ് ഹോൾസെയിലർ. റീറ്റെയിൽ മാർക്കറ്റിലെ ഡീലറെ പറയുന്ന പേരാണ് റീറ്റെയിലർ. ഹോൾസെയിൽ മാർക്കറ്റ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, റീറ്റെയിലർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. റീറ്റെയിൽ മാർക്കറ്റ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കൺസ്യൂമർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഗുഡ്സ്. മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഗുഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാർക്കറ്റിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. കമ്മോഡിറ്റി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. എന്താണ് കമ്മോഡിറ്റി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്? കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്മോഡിറ്റി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്മോഡിറ്റീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. പലതരത്തിലുള്ള കമ്മോഡിറ്റീസ്, ഗുഡ്സ് വാങ്ങുകയും വിൽക്കുകയും, ഗുഡ്സ് എന്ന് പറഞ്ഞുകൂടാ, കമ്മോഡിറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്ന ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ഗുഡ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 3 types. ദേ ആർ പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച്, മാനുഫാക്ചേർഡ് ഗുഡ്സ് മാർക്കറ്റ്, ബുള്ളിയൻ മാർക്കറ്റ്. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച്. പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ് വെയർ കമ്മോഡിറ്റീസ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഓൺ ഹോൾസെയിൽ ബേസിസ്. പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഓൺ ഹോൾസെയിൽ ബേസിസ്. ഹോൾസെയിൽ ബേസിസിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കമ്മോഡിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എന്താണ്? പ്രൊഡ്യൂസേഴ്സ് നേരിട്ട് വന്നിട്ട് ഹോൾസെയിലേഴ്സിനാണ് ഈ പറയുന്ന കമ്മോഡിറ്റീസ് എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുന്നത്. എന്താണ്? പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ് വെയർ കമ്മോഡിറ്റീസ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഓൺ ഹോൾസെയിൽ ബേസിസ്.
The second one is manufactured goods market. Manufactured goods market. In this market, manufactured goods are bought and sold. Manufactured goods ആർക്ക് വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന തരത്തിലുള്ള മാർക്കറ്റിനെയാണ് മാനുഫാക്ചേർഡ് ഗുഡ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് റീറ്റെയിൽ ബേസിലാണ് മാർക്കറ്റ് നടക്കുന്നത്. പ്രൊഡ്യൂസ് എക്സ്ചേഞ്ചിൽ ഹോൾസെയിൽ ബേസിൽ മാർക്കറ്റ് നടക്കുന്നു. മാനുഫാക്ചേർഡ് ഗുഡ്സ് മാർക്കറ്റിൽ റീറ്റെയിൽ ബേസിലാണ് മാർക്കറ്റിംഗ് നടക്കുന്നത്. ഓക്കെ. Then third one, bullion market. Bullion market is the market for gold, silver, etc. ഈ ഗോൾഡ് സിൽവർ തരത്തിലുള്ള കമ്മോഡിറ്റീസിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ബുള്ളിയൻ മാർക്കറ്റ്. എന്താണ് ബുള്ളിയൻ മാർക്കറ്റ്? ഡീൽസ് ഇൻ ഗോൾഡ്, സിൽവർ, എക്സെട്ര. ഓക്കെ. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്കറിയാം, ബിസിനസ് ഓർഗനൈസേഷൻസ് നീഡ്സ് ഫിനാൻസ് ആൻഡ് ഫിനാൻസ് ഈസ് കൺസിഡേർഡ് ആസ് ദി ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്, അല്ലേ? ഫിനാൻസ്, പണം വേണം. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും പണം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ബിസിനസ് കൺസേൺസ് ആർ മെറ്റ് ബൈ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ദാറ്റ് മീറ്റ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ബിസിനസ് കൺസേൺ. ദിസ് മാർക്കറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 3 types. They are money market, foreign exchange market and stock market. The first one is money market. This is the market in which money is lent and borrowed. ഡയറക്റ്റ് ആയിട്ട് മണി അല്ലെങ്കിൽ പണം എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. The second one is foreign exchange market. In this market, currencies of different countries are bought and sold. പല രാജ്യങ്ങളുടെ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ, സ്റ്റോക്ക് മാർക്കറ്റ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് എക്സെട്ര ഓഫ് കമ്പനീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. എന്താണ്? ഒരു കമ്പനിയുടെ ഷെയർസും ഡിബഞ്ചേഴ്സും ബോണ്ട്സും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഗുഡ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് കോമ്പറ്റീഷൻ. ഓൺ ദിസ് ബേസിസ് മാർക്കറ്റ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 2, പെർഫെക്റ്റ് മാർക്കറ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. ഫസ്റ്റ് വൺ, പെർഫെക്റ്റ് മാർക്കറ്റ്. It is a market where there are large number of buyers and sellers. Uniform price is prevailing throughout the market for a homogeneous product. Buyers and sellers have perfect knowledge of market. There is a free entry of a new firm and exit of existing firm, etc. This type of market is rarely found. എന്താണ് പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആയിരിക്കും, എല്ലാ പ്രോഡക്റ്റിനും യൂണിഫോം പ്രൈസ് ആയിരിക്കും. അതേപോലെ തന്നെ അവിടെ ഏത് ഫേമിന് എപ്പോൾ വേണമെങ്കിലും വരാനും അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഫ്രീഡവും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. Then imperfect market. A market is said to be imperfect when products are similar but not identical. Different prices are prevailing in the market and there are some restrictions on the movement of goods. എങ്ങനെയുള്ള മാർക്കറ്റിനെയാണ് പറയുക? അവിടെ സിമിലർ പ്രോഡക്റ്റ് ആയിരിക്കും, പക്ഷേ ഐഡൻറ്റിക്കൽ ഒരേപോലെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കില്ല. ഡിഫറെൻറ്റ് പ്രൈസസ് ഉണ്ടായിരിക്കും മാർക്കറ്റിൽ. അതേപോലെ തന്നെ ഈ ഗുഡ്സിൽ അവിടെ സർട്ടൈൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. എക്സ്ചേഞ്ച് നടത്തുന്നതിന് സർട്ടൈൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒന്നാണ് പെർഫെക്റ്റ് മാർക്കറ്റ്. മിക്ക മാർക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇംപെർഫെക്റ്റ് മാർക്കറ്റാണ്. Then the last classification is classification on the basis of demand and supply condition. On this basis, markets are classified into 2, sellers market and buyers market. The first one, sellers market. It is the market where demand for goods is greater than the supply.
അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ അവൈലബിലിറ്റിയേക്കാൾ, സപ്ലൈയേക്കാൾ കൂടുതലാണ്. അങ്ങനെയുള്ള മാർക്കറ്റിനെയാണ് സെല്ലർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പ്രോഡക്റ്റിന് ഭയങ്കര ഡിമാൻഡാണ്, പക്ഷേ ആവശ്യത്തിന് സപ്ലൈ ഇല്ല. അതുകൊണ്ട് തന്നെ സെല്ലേഴ്സാണ് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത്, മാർക്ക് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ആ മാർക്കറ്റിനെ സെല്ലേഴ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാർക്കറ്റ് വെയർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. Then the second one, buyer's market. It is a market in which supply is greater than demand. Buyer's market എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് കുറവാണ്, സപ്ലൈ ആണ് കൂടുതൽ. അതായത് ഒരുപാട് ഗുഡ്സ് ഉണ്ട്, അതിന് പക്ഷേ ഡിമാൻഡ് കുറവാണ്. അപ്പോൾ ബയേഴ്സാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ ഏത് വാങ്ങണം, അതിന് എത്ര പ്രൈസ് കൊടുക്കണം എന്നൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ബയ്യറാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബയേഴ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഇൻ വിച്ച് സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ദി ഡിമാൻഡ്. ഓക്കെ, ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.